ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയില് ഞാൻ SC/ST കുട്ടികൾക്ക് പ്രൈവറ്റ് കോളേജില് ഒരു സ്കോളർഷിപ്പ് കിട്ടും. അപ്പോ ഫീസ് കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കുട്ടികള് അതിനെക്കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയും അതേപോലെ തന്നെ നമുക്കൊരു 290 താഴെയുള്ള കുട്ടികള് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുമ്പോൾ മെയിനായിട്ട് കോളേജ് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയില് പറയുന്നത്. അപ്പൊ മുഴുവനായിട്ട് കാണണേ. അപ്പൊ ആദ്യം സ്കോളർഷിപ്പിനെ പറ്റി പറയാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് SC/ST കുട്ടികൾക്ക് മാത്രമാണെന്നാണ്. അപ്പൊ അതിലൊരു കറക്ഷൻ ഉണ്ട്. SC/ST, OEC അതേപോലെ തന്നെ ക്രിസ്ത്യൻ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ ഏതാണ് ഈ സ്കോളർഷിപ്പ് എന്ന് ചോദിച്ചാല് ഗ്രാൻസ് ആണ്. മുൻപ് നിങ്ങളെ ഈ SC/ST, OECയിലൊക്കെ ഉള്ള കുട്ടികള് +2 വരെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും സ്കൂളില്. അതേ സ്കോളർഷിപ്പ് തന്നെയാണ് ഈ കോളേജിൽ വരുമ്പോഴും വരുന്നത്. ഗ്രാൻസ് ആണ്. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ പ്രൈവറ്റ് കോളേജ് കിട്ടുമല്ലോ. അപ്പോഴേക്ക് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോഴേക്ക് അവര് ഒരു ഇന്റർവ്യൂ സെക്ഷൻ പോലെയൊക്കെ വെക്കും. ആ സമയത്ത് കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ നിങ്ങളെ കാണിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കണം ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അവിടെ ഉണ്ടോ, അത് കിട്ടുമോ, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോളേജിലുള്ളവരോട് ചോദിക്കണം. അതാണ് ഇത് അക്ഷയ വഴിയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പം കോളേജില് ഇത്ര ഫീസാണ് ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ആ ഫീസ് സ്ട്രക്ചർ വെച്ചായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ഡൗട്ട് ചോദിച്ചതാണ്, ഈ നമ്മുടെ മുഴുവൻ എന്താണ് കോളേജ് ഫീസും ഈ ഗ്രാൻസ് വഴി അടഞ്ഞു പോകുമെന്നുള്ളതാണ്. ഗ്രാൻസ് വഴി തന്നെ അടഞ്ഞു പോകും. എത്ര ഫീസ് ഉണ്ടോ ആ ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഈ ഗ്രാൻസിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം മുഴുവൻ ഫീസ് ഈ 4th ഇയർ വരെയുള്ള മുഴുവൻ ഫീസ് എന്ത് ചെയ്യും, ഈ ഗ്രാൻസ് വഴി അടഞ്ഞു പൊക്കോളും. ഒന്നെങ്കിൽ ഈ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ ക്രെഡിറ്റ് ആവും, അല്ലെങ്കിൽ നേരെ കോളേജിലോട്ട് തന്നെ ഈ പൈസ പോവും. അപ്പോൾ 4 വർഷത്തെ ഫീസ് ഇങ്ങനെ അടഞ്ഞു പോകുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ പൈസ നമുക്ക് കിട്ടാനായിട്ട് ക്രെഡിറ്റ് ആവാനായിട്ട് ഒരു ലാഗ് വരും. പക്ഷെ പേടിക്കണ്ട, ആ സമയത്ത് അവർ പറയും എന്ത് ചെയ്യണം, ഈ പൈസ നമ്മുടെ ഫീസ് അത് കയ്യിൽ നിന്നിട്ട് അടയ്ക്കാനായിട്ട് പറയും. പക്ഷെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് കിട്ടത്തില്ലെന്ന് പേടിക്കണ്ട. ചിലപ്പം ആ ലാഗ് എടുത്ത് എന്നാലും സമയം എടുത്താലും അത് ഫണ്ട് തിരിച്ചു വന്നോളൂ. അപ്പോഴ് ഒറ്റയടിക്ക് ഒരേ സ്ട്രെച്ചിൽ ഈ പൈസ കിട്ടിയെന്നും വരത്തില്ല. ഗഡുക്കളായിട്ട് ആയിരിക്കും വരുന്നത്. മീൻസ് ഇപ്പോൾ ഒരു 1,00,000 രൂപയാണ് കോളേജ് ഫീസ് എങ്കിൽ ചിലപ്പോൾ ഒരു 40,000 രൂപ വന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും 40 വരുന്നത്, പിന്നെ ഒരു 20 വരും. അങ്ങനെ ചിലപ്പോൾ ഗഡുക്കളായിട്ടും ആയിരിക്കും ഈ പൈസ ഒറ്റ സ്ട്രെച്ചിന് വരണമെന്നും ഇല്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ കോളേജിൽ ചേരാൻ നേരത്ത് കോളേജിന് വേണ്ടി ഒരു കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കും. ആ കോഷൻ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യത്തില്ല, ഈ സ്കോളർഷിപ്പ് വഴി ഈ ഗ്രാൻസ് വഴി കിട്ടത്തില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇട്ട് അടയ്ക്കും. നമ്മുടെ ഓരോ സെമസ്റ്ററിലെ എക്സാം വരും. അപ്പൊ ഈ എക്സാം ഫീസ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയക്കണം. അതും എന്ത് ചെയ്യത്തില്ല, ഈ സ്കോളർഷിപ്പ് വഴി കിട്ടത്തില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അടയ്ക്കണം. അല്ലാണ്ട് ഈ കോളേജിന്റെ ഫീസ് കോളേജിന്റെ ഓൺ ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഫീസും എന്ത് ചെയ്യും, ഈ ഗ്രാൻസ് വഴി തന്നെ അടഞ്ഞു പോകും. ഇപ്പം വേറെ പുറത്തെ ഹോസ്റ്റലിലൊക്കെയാണ് PG ആയിട്ടോ വേറെ ഹോസ്റ്റലിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഹോസ്റ്റൽ ഫീസ് എന്ത് ചെയ്യത്തില്ല, ഈ ഗ്രാൻസ് വഴി കിട്ടത്തില്ല. കോളേജിന്റെ ഓൺ ഹോസ്റ്റലിൽ തന്നെ നിന്നാലേ ഈ സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കോളേജിലും ഫീസ് സ്ട്രക്ചർ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം മെയിനായിട്ട് നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരുന്നത് ഈ കോഷൻ ഡിപ്പോസിറ്റും അതേപോലെ തന്നെ എക്സാം ഫീസുമാണ്. അപ്പം നിങ്ങൾ അതാത് കോളേജിൽ തിരക്കി നോക്കണം വേറെ എന്തെങ്കിലും ഫീസ് നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരുമോ എന്ന്. അപ്പോൾ SC/ST, OEC അതേപോലെ ക്രിസ്ത്യൻ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, പ്രത്യേകിച്ച് ലോൺ എടുക്കേണ്ടി വരത്തില്ല പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ എമൗണ്ട് ഈ സ്കോളർഷിപ്പ് വഴി തന്നെ അടഞ്ഞു പോകും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, കുറെ കുട്ടികൾ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഇൻഡെക്സ് മാർക്ക് ചോദിച്ചിട്ട് കോളേജ് കിട്ടുമോ, പ്രൈവറ്റ് കിട്ടുമോ, ഗവൺമെന്റ് കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഒരു 298 മുകളിലുള്ള കുട്ടികൾക്കാണ് എപ്പോഴും ഗവൺമെന്റ് കോളേജ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അതിൽ തന്നെ 299 അതേപോലെ 300 ആണ് ഏറ്റവും ചാൻസ്. 298 തന്നെ ഒരു ബോർഡർ ലൈനിലാണ്. അപ്പൊ കിട്ടാതിരിക്കാം. അപ്പോൾ ഈ 298 മുകളിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ആദ്യം ഗവൺമെന്റ് എല്ലാ കോളേജും വെക്കുക, പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജ്
ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജ് സെലക്ട് ചെയ്ത് അത് ഗവൺമെന്റ് കഴിഞ്ഞിട്ട് പ്രയോറിറ്റി വൈസ് എന്ത് ചെയ്യുക, അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. പിന്നെ 290 ലെവൽ ഉള്ള കുട്ടികളും ഇതേപോലെ തന്നെ ചെയ്യുക. ആദ്യം ഗവൺമെന്റ്, പിന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജ്, അങ്ങനെ പ്രയോറിറ്റി വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, വെക്കുക. പിന്നെ മെയിൻ ആയിട്ട് ഈ 290 താഴെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പം LBSൽ തന്നെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷനും ഭയങ്കര വലുതാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്രൈവറ്റ് കോളേജ് തന്നെ കിട്ടണമെങ്കിൽ 295 മുകളിൽ വേണം. എന്നാലും ഒരു 290 വരെയെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഈ 290 താഴെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജ് കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇയറിലെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഓരോ കോളേജിലും എത്ര വരെ റാങ്ക് ഉള്ള കുട്ടികളെ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ റാങ്കും ആ കഴിഞ്ഞ വർഷത്തെ ഓരോ കോളേജിന് കിട്ടിയ റാങ്കുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റാങ്ക് റേഞ്ച് വന്ന കുട്ടിയൊക്കെ ഏതൊക്കെ കോളേജ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ വെക്കാനായിട്ട് നോക്കുക. ഇപ്പൊ ഒരു 280 താഴെയുള്ള കുട്ടികള് എന്ത് ചെയ്യുക, വലിയ കോളേജ്, വലിയ പ്രൈവറ്റ് അല്ലേ എന്നും പറഞ്ഞ് വലിയ പ്രൈവറ്റ് കോളേജ് എടുത്ത് വെച്ചാല് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ പ്രൈവറ്റ് കോളേജില് ഒരിക്കലും ഒരു 290 താഴെയുള്ള കുട്ടികളെ അങ്ങനെ എടുക്കാറില്ല. മെയിനായിട്ട് അവരും ഒരു 290 എബോ ഉള്ള കുട്ടികളാണ് എടുക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ അല്ലാതെ ചെറിയ കോളേജ് കാണും, ഭയങ്കര വലിയതല്ലാത്ത ചെറിയ കോളേജ് കാണും, അത് മാക്സിമം വെക്കാനായിട്ട് നോക്കുക. എപ്പോഴും LBS വരുന്നത് തന്നെ ആയതുകൊണ്ട് എല്ലാം അഫിലിയേറ്റഡ് ആയിരിക്കും. അത് നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് തന്നെ ഈ 280 താഴെയുള്ള കുട്ടികൾ, 285 280 താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, മാക്സിമം വെക്കേണ്ടത് ഈ വലിയ കോളേജ് അല്ലാതെ ചെറിയ കോളേജ് വെക്കാനായിട്ട് നോക്കുക. എന്നാലും നിങ്ങൾക്ക് കോളേജ് കയറി വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ആദ്യം മൊത്തം കയറി ഗവൺമെന്റും അത് കഴിഞ്ഞിട്ട് വലിയ കോളേജ് നേരത്തെ പിടിച്ച് മാത്രം വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, അഡ്മിഷൻ കിട്ടത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഓരോ കോളേജ് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നിങ്ങളുടെ റാങ്ക് ഏതാണ്. സ്റ്റേറ്റ് മെറിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ കോളേജും എടുത്ത് നോക്കിയാൽ മതി എത്ര വരെയുള്ള റാങ്കിലുള്ള കുട്ടികളാണ് കഴിഞ്ഞ ഇയർ അവിടെ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോളേജ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയത്തില്ല ഈ കഴിഞ്ഞ വർഷം കിട്ടിയ അതേപോലുള്ള റാങ്കുള്ള കുട്ടികളാണ് ഈ വർഷം എടുക്കണമെന്നില്ല. ചിലപ്പോൾ അതിൽ വ്യത്യാസം വരും. അതിൽ കൂടുതലുള്ള കുട്ടികളെ മാത്രം എടുത്തെന്ന് വരാം, അതിൽ കുറവുള്ള കുട്ടികളെ എപ്രാവശ്യം എടുത്തെന്ന് വരാം. അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വരാം. എന്നാലും ഒരുവിധം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ശരി, ബൈ.